ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാർ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയുമായി ജീവനക്കാർ. കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്ന യോഗത്തിലാണ് സംഭവം. യോഗത്തിൽ പങ്കെടുത്ത 39 ജീവനക്കാർ ബി ശ്രീകുമാറിനെതിരെ പരാതി നൽകി. എന്നാൽ താൻ ആരെയും വർഗീയമായി ആക്ഷേപിച്ചിട്ടില്ല എന്നും ജീവനക്കാരുടെ പ്രവർത്തനത്തെ വിലയിരുത്തി പരാമർശം നടത്തിയതിലുള്ള വിരോധമാണ് പരാതിക്ക് കാരണമെന്നും ബി ശ്രീകുമാർ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? ഈ പരാതിയിൽ പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ അത് ഗൗരവതരവുമാണ്. ഒരു മാസം മുമ്പ് നടന്ന സംഭവം അതെപ്പോഴാണ് ഒരു പരാതിയായി ഉയരുന്നത്? ആർക്ക് മുമ്പിലേക്കാണ് ഈ ഘട്ടത്തിൽ ഈ പരാതി എത്തിയിരിക്കുന്നത്? എന്തായാലും വളരെ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ്. നമ്മൾ കണ്ടതാണ് വ്യവസായ വകുപ്പ് ഡയറക്ടറായ കെ ഗോപാലകൃഷ്ണൻ മത അടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒടുവിൽ സസ്പെൻഷൻ വാങ്ങിയത്. അതിനേക്കാൾ ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ് ഇപ്പോൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒക്ടോബർ 3-ാം തീയതി എറണാകുളത്ത് വെച്ച് ഒരു അവലോകന യോഗം ഉണ്ടായിരുന്നു. ഈ അവലോകന യോഗത്തിൽ അപ്രതീക്ഷിതമായിട്ട് വകുപ്പ് ഡയറക്ടർ എന്ന നിലയിൽ ശ്രീകുമാർ എത്തുന്നു. ശ്രീകുമാർ എത്തിയ ശേഷം ചില ഉദ്യോഗസ്ഥരെ പേര് പറഞ്ഞ് മത അടിസ്ഥാനത്തിൽ അധിക്ഷേപിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പരാതിയിൽ വിശദമായി തന്നെ അക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കൃത്യമായി പറയാൻ കഴിയില്ല, പറയാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലൊരു പരാതിയാണ് പറയുന്നത്. ഒപ്പം വനിതാ ജീവനക്കാരെ മർദ എന്നടക്കം വിളിച്ച് അധിക്ഷേപിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതൊരു ഊമക്കത്ത് എന്ന നിലയിലായിരുന്നു പരാതികൾ പ്രചരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇതിനൊരു ഔദ്യോഗിക സ്വഭാവം വന്നിരിക്കുന്നു. കാരണം 39 ജീവനക്കാർ, അന്ന് ഈ അവലോകന യോഗത്തിലുണ്ടായിരുന്ന 39 ജീവനക്കാർ ഒന്നിച്ച് ഒപ്പിട്ട് സർവീസ് സംഘടനകൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം ഈ കത്തും പരാതിയും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ പ്രതിപക്ഷ സർവീസ് സംഘടനകളാണ് ഈ പരാതികൾ കൈമാറിയത്. സർക്കാർ അനുകൂല സംഘടനയായ NGO യൂണിയനും പരാതി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാതി ഇവർ കൈമാറാൻ തയ്യാറായിട്ടില്ല. പരാതിയുടെ വസ്തുത അന്വേഷിച്ച ശേഷം നാളെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് NGO യൂണിയൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ നമ്മൾ ബി ശ്രീകുമാറുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് താൻ അത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. താൻ അവലോകന യോഗത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ആ വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അതിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ 39 ജീവനക്കാരും തനിക്കെതിരെ പരാതി പറയുന്നത് എന്നാണ്. എന്തായാലും ഇതിൽ നിലവിൽ ഒരു ഔദ്യോഗിക സ്വഭാവം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ പരാതി ലഭിച്ചു. പക്ഷേ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ എടുത്തിട്ടില്ല. ഒരുപക്ഷെ നാളെ NGO യൂണിയൻ കൂടി പരാതി കൊടുക്കാൻ തയ്യാറായാൽ ഗൗരവമായ അന്വേഷണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും പോകേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിലാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിന് ജില്ലാ അടിസ്ഥാനത്തിലും വിവിധ ഓഫീസുകളുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ബി ശ്രീകുമാർ. എന്തായാലും ഗുരുതര സ്വഭാവമുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഗ്രീജിത്ത്, ഉമേഷ്, ഈ 39ഓളം ജീവനക്കാർ, അതായത് ഒരു കൂട്ടത്തോടു കൂടിയ ഒരു പരാതിയുമായി സമീപിക്കുന്ന നിലയാണ് ഉണ്ടായത്. ആദ്യം അത് സർവീസ് സംഘടനകൾക്ക് കൈമാറുന്നു. അവരതിലൊരു പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറുക? അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അതിലൊരു വിശദമായ അന്വേഷണവും നടപടിയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമാണോ ഈ സർവീസ് സംഘടനകളുടെ പരാതി കൈമാറൽ? സർവീസ് സംഘടനകൾ എന്തായാലും പരാതി പ്രാഥമികമായി പരിശോധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സർവീസ് സംഘടനകൾ നേതൃത്വവുമായി നമ്മൾ ഫോണിൽ സംസാരിച്ചു. അവരും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ഗുരുതര സ്വഭാവമുള്ള പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതികൾ നേരിട്ട്, അതായത് സാധാരണ ഒരു വകുപ്പ് തലവനെതിരെ പരാതി നൽകണമെങ്കിൽ നേരിട്ട് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന് പരാതി നൽകാൻ കഴിയില്ല. കാരണം ഇത് 39 പേർ ജീവനക്കാർ ഒന്നിച്ച് പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോട്ടോകോൾ, പരാതി നൽകുന്നതിന് വ്യക്തിപരമായ പ്രോട്ടോകോൾ ഉണ്ട്. അതിന് ഓരോരുത്തരും വ്യക്തിപരമായി മാത്രമേ പരാതി നൽകാൻ പാടുള്ളൂ. പക്ഷേ വ്യക്തിപരമായി പരാതി നൽകിയാൽ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് എറണാകുളം ജില്ലയിലെ 39 ജീവനക്കാർ ഒന്നിച്ച്, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ളവർ ഒന്നിച്ച് ഈ പരാതിയിൽ ഒപ്പിട്ട് പരാതി കൈമാറിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ എല്ലാ ജീവനക്കാരും ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഗുരുതര സ്വഭാവം വ്യക്തമാക്കുന്നത്. ഇതിൽ 39 ജീവനക്കാരും ഒന്നിച്ച് ഒപ്പിട്ട ശേഷം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രോട്ടോകോൾ പ്രകാരം അയക്കാൻ കഴിയില്ല. കാരണം സാധാരണ ഒരു സർക്കാർ ജീവനക്കാരൻ പരാതി നൽകുക എന്ന് പറയുന്നത് തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം പരാതി നൽകേണ്ടത്. ആ രീതിയിൽ പരാതി നൽകണമെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ച ബി ശ്രീകുമാറിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും ഈ പരാതി പോകേണ്ടത്. അതാണ് പ്രോട്ടോകോൾ. അത്തരത്തിൽ ഒരു സാഹചര്യം ഇനി ഉണ്ടാകേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി പോയിട്ട് കാര്യമില്ല എന്ന് കൂടി അറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ സർവീസ് സംഘടനകളെ സമീപിച്ചത്. വിവിധ സർവീസ് സംഘടനകൾക്ക്, അതായത് നിലവിൽ പ്രതിപക്ഷ സംഘടനകളാണ് NGO അസോസിയേഷൻ അടക്കമുള്ള
പ്രതിപക്ഷ സംഘടനകളാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് പരാതി അയക്കാൻ തയ്യാറായത്. ഈ പരാതി ഈ NGO അസോസിയേഷനെ അടക്കം അവരുടെ കവറിംഗ് ലെറ്റർ സഹിതം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതിയായി അയച്ചിട്ടുണ്ട്. പക്ഷേ NGO യൂണിയൻ, അതായത് ഭരണപക്ഷത്തെ അനുകൂലിക്കുന്ന NGO യൂണിയനും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും പരാതി നൽകിയിട്ടുണ്ട്. അവർ ഇതുവരെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടില്ല. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ മതാടിസ്ഥാനത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ വലിയ ചർച്ചയായി, വലിയ വിവാദമായി നിൽക്കുന്നതിനിടയിലാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ B. ശ്രീകുമാർ വർഗീയമായ പരാമർശം നടത്തി എന്ന പരാതിയുമായി 39 ജീവനക്കാർ കൂട്ടത്തോടുകൂടി സർവീസ് സംഘടനകൾക്ക് പരാതി നൽകുകയും തുടർന്ന് ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സർവീസ് സംഘടനകൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിൽ അന്വേഷണം നടക്കട്ടെ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.